ഇപ്പോൾ വരുന്ന വാർത്ത ആലപ്പുഴയിലെ ഹോം സ്റ്റേ ജീവനക്കാരിയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പിടിയിലായത്. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി തൊട്ടു പിന്നാലെ തന്നെ പ്രതി പിടിയിലാകുന്നു. ഇയാൾ മറ്റെവിടേക്കെങ്കിലും കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു? ഗോകുൽ, വളരെ തന്ത്രപൂർവ്വം ഇയാൾ ഇവിടെ നിന്നും കടക്കാനുള്ള ശ്രമമായിരുന്നു. ഇയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ, അതായത് ഇയാളുടെ മൊബൈൽ ഫോൺ എന്ന രീതിയിൽ പോലീസിന് ലഭിച്ച ഫോൺ നമ്പർ പരിശോധിച്ചപ്പോൾ അതിന്റെ ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചത് ചെന്നൈയിലായിരുന്നു. ഇത് പോലീസിന് വലിയ രീതിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി. പക്ഷേ പോലീസ് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകളൊക്കെ തന്നെ ഇയാളുടെ ഫോട്ടോ വെച്ച് പോലീസ് നടത്തിയ തിരച്ചിലാണ് മണിക്കൂറുകൾക്കകം തന്നെ ഇയാളെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടാൻ സാധിച്ചത്. ഇയാളെ നിലവിൽ കോട്ടയത്ത് നിന്ന് അമ്പലപ്പുഴ ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൊണ്ടുവരികയാണ്. ഇയാൾ തന്നെയാണ് പ്രതി എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ, അതായത് ഈ ജീവനക്കാരിയുടെ, ഹോം സ്റ്റേയിലെ ജീവനക്കാരി ഹസീറയുടെ മകനെയും ഒപ്പം തന്നെ മുൻ ഭർത്താവിനെയും പോലീസ് ചോദ്യം ചെയ്ത് വന്നിരുന്നു. ഇവരുടെ മൊഴിയിൽ നിന്നും ഇവരുടെ സുഹൃത്തായിട്ടുള്ള അസം സ്വദേശി കൂടിയായിട്ടുള്ള, നിലവിൽ കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഈ സഹ അലിയെ പറ്റിയുള്ള വിവരം പോലീസിന് ലഭിച്ചു. പിന്നീട് ഇന്ന് പകൽ തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി കൂടി ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് എത്തിയിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഈ സഹ അലിയും ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് എത്തിയതായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. പോലീസ് ഇയാൾ തന്നെയാണ് പ്രതി എന്നാണ് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് ഇയാൾ സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യതകൾ പോലീസ് പരിഗണിച്ചുകൊണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇയാൾ സംസ്ഥാനം വിട്ടു, ഇയാളുടെ മൊബൈൽ നമ്പർ ചെന്നൈയിൽ ലൊക്കേഷൻ കാണിച്ചതുകൊണ്ട് തന്നെയാണ് പോലീസ് അമ്പലപ്പുഴ ഡിവൈഎസ്പി ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. എന്താണെങ്കിലും ഒരു 20 മിനിറ്റ് മുൻപെയാണ് ഇയാളെ അമ്പലപ്പുഴ പോലീസ് കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ആലപ്പുഴ നെടുമുടി പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഈ ഹോം സ്റ്റേയിൽ, അതായത് വേണുഗോപാലൻ നായരുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോം സ്റ്റേയിൽ അവിടുത്തെ തന്നെ ജീവനക്കാരിയായിട്ടുള്ള 45 വയസ്സുള്ള ഹസീറയെ ഈ ഹോം സ്റ്റേയുടെ പുറകിലത്തെ ഇവർ താമസിക്കുന്ന ഷെഡിന് സമീപത്തെ ഒരു വാട്ടർ ടാങ്കിന് സമീപം നിലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് പോലീസ് നടത്തിയ ഇൻക്വസ്റ്റ് നടപടികളിൽ ഇവരുടെ കാതിൽ, അതായത് 2 കാതുകളിലെയും സ്വർണ്ണ കമ്മൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. കാതിൽ മുറിവുണ്ട്, കഴുത്തിൽ ഷാൾ കൊണ്ട് മുറുക്കിയ പാടുകളുണ്ട്, കാലിൽ മുറിവുകളുണ്ട്. അങ്ങനെ കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഇവർ മരിക്കുന്ന സമയത്ത് പർദ്ദയായിരുന്നു ധരിച്ചിരുന്നത്. ഇവർ എങ്ങോട്ടൊക്കെ യാത്ര പോകാനിരിക്കുകയായിരുന്നു കൊലപാതകം നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കഴിഞ്ഞ 4 മാസങ്ങളായാണ് അസം സ്വദേശി കൂടിയായിട്ടുള്ള ഹസീറ ഈ ആലപ്പുഴ നെടുമുടിയിലെ വൈശ്യം ഭാഗത്തുള്ള ഹോം സ്റ്റേയിൽ ജോലി ചെയ്ത് വന്നിരുന്നത്. ഇടയ്ക്കിടെ ഈ ഭർത്താവും മകനും ഒരു സുഹൃത്തും കാണാൻ ഇവരെ കാണാൻ വന്നിരുന്നതായി ഹോം സ്റ്റേയിലെ ഉടമ പോലീസിന് മൊഴി നൽകിയിരുന്നു. പക്ഷെ ഇവരെ പറ്റിയുള്ള ചിത്രം പോലീസിന് അവ്യക്തമായിരുന്നു. ഈ 2 പേരെ, അതായത് മകനെയും മുൻ ഭർത്താവിനെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ സഹ അലിയെ പറ്റിയുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് പോലീസിന് ബോധ്യപ്പെട്ടതും പിന്നീട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇയാളെ പിടികൂടിയിരുന്നത്. ഇനി അടുത്ത നടപടി ഇയാളെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ചോദ്യം ചെയ്യുക, പിന്നീട് ഇയാൾ പ്രതിയെന്ന് തന്നെ കൂടുതൽ പോലീസ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കുക, മറ്റ് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും പോലീസ് അടുത്ത ഘട്ടത്തിൽ നീങ്ങുക. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക. ആലപ്പുഴയിലെ ഹോം സ്റ്റേയിലെ ജീവനക്കാരിയായിരുന്ന അസം സ്വദേശി ഹസീറയുടെ കൊലപാതകത്തിൽ ഏതായാലും പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ഹസീറയുടെ സുഹൃത്തു കൂടിയായ സഹ അലിയെയാണ് ഇപ്പോൾ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നത്. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.